CPM വിട്ട് പുറത്തു പോയവരൊക്കെ സഖാക്കളെയും അണികളെയും സംബന്ധിച്ച് കുലംകുത്തികളാണ്. ചിലപ്പോൾ അതിലും തരം താണ വാക്കുകൾ ഉപയോഗിച്ച് അപമാനിക്കുന്നതിന് വരെ സഖാക്കൾ മടിക്കില്ല. അതിനൊക്കെയും വളം വെച്ച് കൊടുക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും. ഇക്കഴിഞ്ഞ ദിവസം G. സുധാകരനെതിരെ നടത്തിയ പരാമർശം അതിനുദാഹരണമാണ്. CPM എന്ന പാർട്ടിക്കുള്ളിലെ അപജയങ്ങളെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തുറന്നു കാട്ടിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഏൽക്കേണ്ടി വന്ന വ്യക്തിയാണ് V. കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂരിലെ CPM പ്രവർത്തകരുടെ എല്ലാമായ പാർട്ടി രക്തസാക്ഷിയായ ധനരാജിന്റെ പേരിൽ പണം പിരിച്ചെടുത്തു. അതിൽ നിന്നും 50 ലക്ഷത്തിലധികം തുക സിറ്റിംഗ് MLA TA മധുസൂദനൻ മോഷ്ടിച്ചു എന്ന് തെളിവ് സഹിതം തുറന്നു പറച്ചിൽ നടത്തിയതിനാണ് കുഞ്ഞികൃഷ്ണന് പാർട്ടി ഭ്രഷ്ട് കൽപ്പിച്ചത്. അതിനുശേഷം കുഞ്ഞികൃഷ്ണന് അപ്രമാദിത്വം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടിയ പാർട്ടിക്ക് ഇരട്ടപ്രഹരമാണ് ആ തെളിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ നൽകിയത്. UDF സ്ഥാനാർത്ഥിയായി കുഞ്ഞികൃഷ്ണൻ പാർട്ടി ഗ്രാമമായ പയ്യന്നൂരിൽ മത്സരിക്കാൻ ഇറങ്ങി. ഇതോടെ വിരളിപൂണ്ട സഖാക്കൾ പറ്റുന്ന തരത്തിൽ കുഞ്ഞികൃഷ്ണനെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി. ഭീഷണിയും അക്രമവും ഒക്കെയായി അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു. ഒന്നും വിലപ്പോവില്ല എന്ന് കണ്ടപ്പോൾ കുടുംബത്തെ വരെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ച് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കാനാണ് സഖാക്കൾ ശ്രമിച്ചത്. ഇക്കഴിഞ്ഞ ദിവസമാണ് V. കുഞ്ഞികൃഷ്ണന്റെ ഭാര്യയെ പരാമർശിച്ചുകൊണ്ട് PK ശ്രീമതി ഒരു പരാമർശം നടത്തിയത്. V. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ പോലും സമ്മതമില്ലാതെയാണെന്നായിരുന്നു ശ്രീമതി ടീച്ചർ ആരോപണമുയർത്തിയത്. കുഞ്ഞികൃഷ്ണനെ ഒറ്റപ്പെടുത്താനും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുമായിരുന്നു ഈ നീക്കം. എന്നാൽ ടീച്ചറിന്റെ വ്യാജ ആരോപണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് കുഞ്ഞികൃഷ്ണന്റെ ഭാര്യ കോമളവല്ലി പ്രതികരിച്ചത്. ഭർത്താവിന്റെ Facebook അക്കൗണ്ടിലൂടെ ശ്രീമതി ടീച്ചർക്ക് ഒരു തുറന്ന കത്ത് എന്ന് എഴുതിക്കൊണ്ടാണ് അവർ ഇതിനെതിരെ ആഞ്ഞടിച്ചത്. ടീച്ചറെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യയാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കോമളവല്ലി കത്ത് തുടങ്ങുന്നത്. ഭർത്താവ് V. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത് കുടുംബം ഒന്നായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. ഒരു നിലയ്ക്കും മത്സരിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു ആദ്യം മുതൽക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നിരവധി ആളുകൾ വീട്ടിൽ വന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള പാർട്ടി ഫണ്ടുകൾ വെട്ടിപ്പ് നടത്തിയ ആളെ തന്നെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹം തുടങ്ങിവെച്ച സമരത്തിന്റെ തുടർച്ച എന്ന നിലയിൽ കുടുംബത്തിലെ എല്ലാവരോടും ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നിട്ടുള്ളതെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചർക്ക് ഒരു തുറന്ന കത്ത്. ടീച്ചറെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യ കഥാപാത്രമാകുന്നത്? എന്റെ ഭർത്താവ് സഖാവ് V. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ പോലും സമ്മതമില്ലാതെയാണെന്നാണ് ടീച്ചർ വെള്ളൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞത്. എന്റെ ടീച്ചറെ, ഞങ്ങളുടെ കുടുംബം ഒന്നായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് സഖാവ് V. കുഞ്ഞികൃഷ്ണൻ മത്സരത്തിനിറങ്ങിയത്. ഒരു നിലയ്ക്കും മത്സരിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു ആദ്യം മുതൽക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നിരവധി ആളുകൾ വീട്ടിൽ വന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള പാർട്ടി ഫണ്ടുകൾ വെട്ടിപ്പ് നടത്തിയ ആളെ തന്നെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹം തുടങ്ങിവെച്ച സമരത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ഞങ്ങളോട് എല്ലാവരോടും ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഞാൻ വെള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ഇതുപോലെ അഴിമതിക്കാരനായ ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന പാർട്ടിയിൽ ഇനിയും തുടരാൻ എനിക്ക് കഴിയില്ല എന്ന നിലപാട് ഞാൻ എടുത്തത് എന്റെ മക്കളുടെ കൂടെ അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ഞാൻ V. കുഞ്ഞികൃഷ്ണൻ എന്ന മനുഷ്യനെ കല്യാണം കഴിച്ചതു മുതൽ അദ്ദേഹത്തോട് ചേർന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെന്നും ഞങ്ങളുടേത് അക്ഷരാർത്ഥത്തിൽ ഒരു പാർട്ടി കുടുംബമാണെന്നും ടീച്ചർക്ക് വളരെ നന്നായി അറിയാമല്ലോ. പാർട്ടിക്കെതിരെ പല വിമർശനങ്ങളും ഞങ്ങൾക്കുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. ഇത് തീക്കട്ടെ ഉറമ്പരിക്കുന്ന അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഇതിനെ ഇപ്പോൾ കാണാൻ എനിക്ക് വിഷമമുണ്ട്. ടീച്ചർ, ഇതിനു മുൻപും എന്റെ ഭർത്താവിനെ കുറിച്ച് നട്ടാൽ മുളയ്ക്കാത്ത കളവ് പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞ് എനിക്കറിയാം. സാഹിത്യകാരൻ T. പത്മനാഭനെ കാണാൻ V. കുഞ്ഞികൃഷ്ണൻ പോയി എന്നതായിരുന്നു അത്. ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ ടീച്ചർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സഹതപിക്കുകയാണ്. നിങ്ങളൊക്കെ വലിയ അഖിലേന്ത്യാ നേതാവല്ലേ? ഇരിക്കുന്ന സ്ഥാനത്തിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കാനെങ്കിലും ടീച്ചർ തയ്യാറാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും എന്റെ ഭർത്താവും ഒന്നിച്ചും ഒത്തൊരുമിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അതിൽ ടീച്ചർക്ക് സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടറിയാലോ, ഇവിടെ വന്നാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. ടീച്ചറുടെ അനുഭവം വെച്ചായിരിക്കുമല്ലോ മറ്റുള്ളവരെ അളക്കുന്നത്. അത് ശരിയാണോ എന്ന് താങ്കൾ തന്നെ ആലോചിക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു അഭ്യർത്ഥന മാത്രം: ജനങ്ങൾക്ക് മുന്നിൽ കളവ് പറഞ്ഞ് ടീച്ചർ അപഹാസ്യയാകുന്നതിൽ എനിക്ക് പ്രയാസമില്ല. പക്ഷേ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ ഒരാൾ ഇങ്ങനെ പരിഹാസിയാകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. സ്നേഹപൂർവ്വം PP കോമളവല്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ശ്രീമതി ടീച്ചർക്ക് അളന്ന് കാച്ചി കുറുക്കിയ മറുപടി തന്നെയാണ് കോമളവല്ലി നൽകിയതെന്നതിൽ സംശയമില്ല. പയ്യന്നൂരിനെ കൂടാതെ CPMന്റെ മറ്റൊരു പാർട്ടി ഗ്രാമമായ തളിപ്പറമ്പിലും CPMനെതിരെ മത്സരിക്കുന്നത് CPMകാർ തന്നെയാണ് എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രത്യേകത.